ഹായ് ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. പ്രേമം സീരീസിന്റെ എല്ലാ എപ്പിസോഡും ഞാൻ ഈ ഒരു ചാനലിൽ അപ്ലോഡ് ചെയ്യാറുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കില്ലേ കേട്ടോ. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒരു ലൈക്കും ഹൈപ്പും തന്ന് സപ്പോർട്ട് ചെയ്യണേ. വിവാഹവേദിയിലേക്ക് സിദ്ധാർത്ഥിനൊപ്പം അണിഞ്ഞൊരുങ്ങിക്കൊണ്ട് തന്നെ അതിസുന്ദരിയായ ലാവണ്യക്ക് പകരം നീലിമയെ കണ്ടതോടുകൂടി തന്നെ അവിടെ കൂടി നിന്ന് എല്ലാവരും ആകങ്ങനെ ഞെട്ടലോടെ നോക്കി നിൽക്കണേ. വിശ്വനാഥനും ഗീതാമ്മക്കും ഇത് കണ്ടിട്ട് ഒട്ടും തന്നെ സഹിക്കാൻ കഴിഞ്ഞില്ല. മറ്റാരേക്കാളും ഇതെല്ലാം കണ്ട് ആശ്ചര്യപ്പെട്ടത് കിരൺ ആയിരുന്നു. വധുവേദിയിലേക്ക് നടന്നു വരുമ്പോൾ തന്നെ അത് ലാവണ്യ അല്ല എന്ന് കിരൺ തിരിച്ചറിഞ്ഞിരുന്നു. പക്ഷേ നീലിമ ആണതെന്ന് പൂർണ്ണമായും അവന് മനസ്സിലാക്കാൻ സാധിച്ചതുമില്ല. മൂടുപടം അണിഞ്ഞിരിക്കുന്നത് കൊണ്ട് അവളുടെ മുഖം വ്യക്തമായിരുന്നില്ല. എങ്കിലും തനിക്കറിയാവുന്ന ആരോ ആണതെന്ന് കിരണിന് തോന്നി തുടങ്ങിയിരുന്നു. അവന്റെ തോന്നലുകൾ ശരിവെക്കുന്ന വിധത്തിൽ സിദ്ധാർത്ഥും മൂടുപടം മാറ്റിയപ്പോൾ നീലിമയുടെ മുഖം അവൻ വ്യക്തമായി കണ്ടു. അപ്പോൾ മുതൽ വളരെ വേഗം പ്രതികരിക്കാൻ കഴിയാതെ അവൻ സ്തംഭിച്ചു നിന്നുപോയി. സിദ്ധാർത്ഥിന് വധുവായി തിരഞ്ഞെടുത്തിരുന്നത് ലാവണ്യായിരുന്നല്ലോ. ആ ഒരു സ്ഥാനം നീലിമയ്ക്ക് എങ്ങനെ കിട്ടി? അവരെങ്ങനെ വിവാഹിതരായി? അതെങ്ങനെ സംഭവിക്കും? ഇതെല്ലാം ചിന്തിച്ച് അവൻ അത്ഭുതപ്പെട്ടു. എന്നാൽ കിരൺ ഇതെല്ലാം ഓർത്തപ്പോഴേക്കും വളരെ വൈകിയിരുന്നു. സിദ്ധാർത്ഥ് നീലിമയെ മൃദുവായി ആലിംഗനം ചെയ്തു. ഇതാണ് നീലിമ, ഇവളാണ് എന്റെ ഭാര്യ. ഞങ്ങൾ തമ്മിലുള്ള ബന്ധം ഇന്നോ ഇന്നലെയോ തുടങ്ങിയതൊന്നുമല്ല. ഞങ്ങളുടെ സ്നേഹബന്ധത്തിനിടയിൽ ചില ആളുകളുടെ ഇടപെടൽ കാരണം കുറച്ച് ബുദ്ധിമുട്ടുകൾ ഞങ്ങളുടെ ജീവിതത്തിലുണ്ടായി. എത്രയൊക്കെ പറഞ്ഞിട്ടും മനസ്സിലാക്കാൻ ശ്രമിച്ചിട്ടും അവർക്ക് നമ്മുടെ സ്നേഹത്തെ മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. ഇങ്ങനെ ഒരു നാടകം നടത്തണമെന്ന് ഞാൻ കരുതിയതല്ല. പക്ഷേ നിങ്ങളുടെ എല്ലാവരുടെയും മുന്നിൽ വെച്ച് ഇവളെ ഇങ്ങനെ ചേർത്ത് പിടിച്ചുകൊണ്ട് തന്നെ ഇത് പറയണമെന്ന് പിന്നീട് എനിക്ക് തോന്നി. അതിനാണ് ഞാൻ ഇങ്ങനെ ഒരു ഫംഗ്ഷൻ വെച്ചത് തന്നെ. ഇവളുടെ കാര്യത്തിൽ അത്രയും സെൽഫിഷാണ് ഞാൻ. ആരൊക്കെ എതിര് നിന്നാലും ഇവളെ ഞാൻ ഇനി ഒരു കാര്യത്തിലും വിഷമിപ്പിക്കില്ല, ഒരിക്കലും കൈവിടുകയുമില്ല. ഇത് എന്റെ വാക്കാണ്. ഇത്രയും ആളുകളെ സാക്ഷി നിർത്തിക്കൊണ്ടാണ് ഞാൻ ഇത് പറയുന്നത്. അവൻ സൗമ്യമായ നോട്ടത്തോടെ മൃദുവായി പറഞ്ഞു. ആളുകൾ ഇതെല്ലാം കേട്ടിട്ട് ആശ്ചര്യപ്പെടുന്നതായി അവന് തോന്നി. അവൻ തുടർന്നു പറഞ്ഞു, പിന്നെ ഒരു കാര്യം കൂടി. ചില സമയത്ത് ചില കാര്യങ്ങൾ എനിക്ക് മിണ്ടാതിരിക്കേണ്ടി വന്നിട്ടുണ്ടാവാം. എന്ന് വെച്ച് അത് സിദ്ധാർത്ഥ് വിശ്വ എന്ന ആളുടെ തലയിൽ കയറി നിറങ്ങാനുള്ള ലൈസൻസ് ആണെന്ന് ആരെങ്കിലും കരുതിയിട്ടുണ്ടെങ്കിൽ ആ വിചാരം ഇതോടെ അങ്ങ് മാറ്റിയേക്കണം. ഇവളെ ഇനി ആരെങ്കിലും അപമാനിക്കാൻ ശ്രമിക്കുകയോ ഇവളെക്കുറിച്ച് എന്തെങ്കിലും മോശമായ വാക്കുകൾ ആരെങ്കിലും പറയുന്നതായി ഞാൻ കേൾക്കുകയോ ചെയ്താൽ തീർച്ചയായിട്ടും ഞാൻ വെറുതെ ഇരിക്കില്ല. എല്ലാവർക്കും മനസ്സിലായോ? അവൻ ആ വാക്കുകളെല്ലാം തന്നെ ശാന്തമായിട്ടാണ് പറഞ്ഞതെങ്കിലും അവിടെ ഉണ്ടായിരുന്ന എല്ലാവർക്കും ഭയത്തോടെയാണ് അത് കേട്ടുനിന്നത്. പഴയ സിദ്ധാർത്ഥ് വിശ്വയെ അവർ അവിടെ കണ്ടു. അവനൊരു സ്ത്രീക്ക് വേണ്ടിയിട്ട് അത്തരം ഒരു നിലപാട് സ്വീകരിക്കുമെന്ന വസ്തുതയും ആളുകളെ ഞെട്ടിച്ചു. അവൻ സാധാരണ അങ്ങനെയൊന്നും പെരുമാറാത്ത ഒരാളാണ്. ഒരു നിമിഷം ആൾക്കൂട്ടം പൂർണ്ണമായും നിശബ്ദമായി. സിദ്ധാർത്ഥിനെ നേർക്കു നോക്കി ഉച്ചത്തിൽ ശ്വസിക്കാൻ പോലും അവർ ധൈര്യപ്പെട്ടില്ല. സിദ്ധാർത്ഥ് ഇപ്പോൾ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ അടുത്തു നിൽക്കുന്ന യുവതിയെ അവൻ ജീവന് തുല്യം സ്നേഹിക്കുന്നുണ്ടെന്ന് ആ അതിഥികൾക്കെല്ലാം തോന്നി. സിദ്ധാർത്ഥും നീലിമയും സന്തോഷത്തോടെ അവിടെയുള്ള ഇരിപ്പിടങ്ങളിലിരുന്നു. ആ നിമിഷത്തിൽ ഏറ്റവും ദുഃഖിതരായ ഒരു വ്യക്തി ലാവണ്യായിരുന്നു. സിദ്ധാർത്ഥിന്റെ ആളുകൾ സൈഡ് റൂമിൽ പൂട്ടിയിട്ട് മയക്കുമരുന്ന് കൊടുക്കുന്നതിന്റെ ആലസ്യം വിട്ടുമാറിയപ്പോഴാണ് അവൾ കണ്ണുകൾ തുറന്നത്. അവൾക്ക് കുറച്ചു നേരത്തേക്ക് ഒന്നും തിരിച്ചറിയാൻ സാധിച്ചില്ല. അവളുടെ മുഖത്ത് വേദന നിറഞ്ഞ ഒരു ഭാവം പ്രത്യക്ഷപ്പെട്ടു. എന്താണ് സംഭവിക്കുന്നതെന്ന് അവൾ ഓർത്തെടുക്കാൻ ശ്രമിച്ചു. ഇപ്പോൾ താൻ വിവാഹവേദിയിലാണ് ഇരിക്കേണ്ടിയിരുന്നത്. എന്നാൽ താൻ ഇപ്പോൾ ഉള്ളത് ഒരടച്ചിട്ട മുറിയിലാണ്. എന്താണ് സംഭവിച്ചതെന്നറിയാതെ ലാവണ്യ ചുറ്റും നോക്കി. അവൾക്ക് കഴിഞ്ഞ കാര്യങ്ങളൊന്നും പെട്ടെന്ന് ഓർത്തെടുക്കാൻ സാധിച്ചിരുന്നില്ല. ആരോ തന്നെ കെട്ടിയിട്ടതും എന്തോ മണപ്പിച്ചതും അവൾക്ക് നല്ല ഓർമ്മയുണ്ട്. ഇതൊക്കെ ആലോചിക്കുമ്പോൾ അവൾക്ക് തലവേദനിക്കുന്നുണ്ടായിരുന്നു. അവൾ ഇരിക്കുന്നത് ഒരു കട്ടിലാണെന്നറിഞ്ഞപ്പോൾ അവൾക്ക് പരിഭ്രമം തോന്നി. എന്താണ് എനിക്ക് സംഭവിക്കുന്നത്? അവൾ പരിഭ്രമത്തോടെ ചിന്തിച്ചു. അവൾ തല കുലുക്കി കണ്ണുകൾ പാതിയടച്ച് ശരിക്കും എന്താണ് സംഭവിച്ചതെന്ന് ഓർത്തെടുക്കാൻ ശ്രമിച്ചു. ഞാൻ എന്തിനാ ഇവിടെ വന്ന് കിടക്കുന്നത്? ഈ സ്ഥലം എവിടെയാണ്? ആരാണ് എന്നോടിത് ചെയ്തത്? അവൾ അവിടെ ഇരുന്ന് ചിന്തിച്ചു. ലാവണ്യക്ക് ഒരുപാടധികം ചോദ്യങ്ങളുണ്ടായിരുന്നു. പക്ഷേ അവരോട് എന്ത് ചോദിക്കണമെന്ന് അവൾക്ക് അറിയില്ലായിരുന്നു. അവൾ ഉറക്കെ നിലവിളിക്കാൻ ആഗ്രഹിച്ചു. പക്ഷേ ശബ്ദം പുറത്തേക്ക് വരുന്നുണ്ടായിരുന്നില്ല. ഇനി ഇവിടെ നിൽക്കാനാവില്ല, ഇവിടെ നിന്ന് രക്ഷപ്പെടാനൊരു വഴി കണ്ടെത്തണം. ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് അവൾ സ്വയം സമാധാനിക്കാൻ ശ്രമിച്ചു. ലാവണ്യ അവളുടെ ഫോൺ കണ്ടെത്താൻ ശ്രമിച്ചു. ആരോടെങ്കിലും ചോദിച്ച് അവിടെ എന്താണ് സംഭവിച്ചതെന്ന് അറിയാൻ അവൾ ആഗ്രഹിച്ചു. വിവാഹവേദിയിൽ തന്നെ കണ്ടില്ലെങ്കിൽ ആരെങ്കിലും അന്വേഷിച്ചു വരേണ്ടതാണ്. എന്നാൽ ഇതുവരെ ആരും തന്നെ അന്വേഷിച്ചു വന്നിട്ടുമില്ല. ഇതെല്ലാം എന്തുകൊണ്ടാണെന്ന് ആലോചിച്ചപ്പോൾ അവൾക്ക് വട്ടുപിടിക്കുന്നത് പോലെ തോന്നി. എന്റെ ഫോൺ എവിടെ? സിദ്ധാർത്ഥിനി എന്നെ തടവിലാക്കാൻ പറഞ്ഞതാണോ? അവൾ വിചാരിച്ചു. അതിനെക്കുറിച്ച് ചിന്തിച്ചപ്പോൾ അവളുടെ മനസ്സിൽ സംശയങ്ങൾ ഉണർന്നു. ഇപ്പോൾ തന്നെ സമയം വൈകി, മുഹൂർത്തമായി.
എത്രയും വേഗം ഇവിടെ നിന്ന് പോവണം. അവൾ ആശങ്കയിലായി. വധുവിനെ കാണാതായതുകൊണ്ട് അതും പറഞ്ഞ് വിവാഹം മുടക്കാനായിരിക്കും സിദ്ധാർത്ഥിന്റെ പ്ലാന് നമ്മൾ വിചാരിച്ചു. ആ പ്ലാന് വിജയിക്കരുതെന്ന് അവൾക്ക് ശക്തിയായ ആഗ്രഹമുണ്ടായിരുന്നു. എത്രയും വേഗം വേദിയിലേക്ക് എത്താൻ വേണ്ടി അവൾ അവിടെ നിന്നും പുറത്തു കടക്കാൻ ആഗ്രഹിച്ചു. എന്നാലും എന്തിനാ അവൻ എന്നെ അവിടെ നിന്നും മാറ്റി ഇവിടെ കൊണ്ടുവന്ന് പൂട്ടിയിട്ടതെന്ന് അവൾ ഭയത്തോടെ ചിന്തിച്ചു. ലാവണ്യ പിന്നെ കൂടുതൽ ചിന്തിക്കാനൊന്നും ധൈര്യപ്പെട്ടില്ല. അവൾ കട്ടിലിൽ എഴുന്നേറ്റിരുന്ന് വാതിലിന്റെ അടുത്തേക്ക് നടന്നു. അവൾ വാതിലിന്റെ വിടവിലൂടെ പുറത്തേക്ക് നോക്കി. കറുത്ത വസ്ത്രം ധരിച്ച് രണ്ടുപേർ അവിടെ കാവൽ നിൽക്കുന്നുണ്ടായിരുന്നു. ഈ വഴിക്ക് എന്തായാലും പുറത്തു കടക്കാൻ കഴിയില്ല. അപ്പോൾ ആരാണിത് ചെയ്തതെന്നും ഈ സ്ഥലത്തിന് എങ്ങനെ രക്ഷപ്പെടാമെന്നും ആദ്യം കണ്ടുപിടിക്കാൻ ശ്രമിക്കണം, ലാവണ്യ ചിന്തിച്ചു. മുറിയുടെ മറുവശത്ത് വാതിലിന് നേരെ എതിർവശത്ത് ഒരു വലിയ ജനലും തുറന്ന ഒരു ബാൽക്കണിയും ഉണ്ടായിരുന്നു. ലാവണ്യ ബാൽക്കണിയിലേക്ക് നടന്ന് താഴേക്ക് നോക്കി. ഭാഗ്യവശാൽ മുറി 2ാം നിലയിലാണ്. താഴേക്ക് ചാടാൻ കഴിയുമോ? ഇവിടെ നിന്ന് ചാടിയാൽ താഴെ പുൽക്കിടക്കയിൽ വീണാൽ കൂടുതൽ അപകടമൊന്നും പറ്റില്ല. അങ്ങനെ ചാടി ഉടനെ വേദിയിലേക്ക് ചെല്ലണം, അവൾ കണക്ക് കൂട്ടി. ഇങ്ങനെ ചിന്തിച്ച് ലാവണ്യ തന്റെ വിവാഹ വസ്ത്രത്തിന്റെ ഭാഗം ഉയർത്തി. എന്നാൽ ആ വസ്ത്രം വളരെ നീളമുള്ളതായിരുന്നു. അതും ധരിച്ചുകൊണ്ട് തന്നെ അവൾക്ക് ചാടാൻ കഴിയില്ല. മറ്റൊരു മാർഗവുമില്ലാതെ അവൾ അവിടെയെല്ലാം അന്വേഷിച്ച് ഒരു കത്രിക കണ്ടുപിടിച്ചു. എന്നിട്ട് വിവാഹ വസ്ത്രം പകുതി മുറിച്ചു വെച്ചു. അതല്ലാതെ അവിടെ നിന്നും പുറത്തു കടക്കാൻ മറ്റു മാർഗങ്ങളൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല. അവളുടെ വലിയ നീളനുടുപ്പ് ഇപ്പോൾ ഒരു മിനി സ്കേർട്ട് പോലെ രൂപാന്തരപ്പെട്ടു. പക്ഷേ അവളുടെ ഇപ്പോഴത്തെ ഉത്കണ്ഠയിൽ അവൾ അതൊന്നും തന്നെ കാര്യമാക്കിയില്ല. ലാവണ്യ ബാൽക്കണിയിലെ റെയിനിങ്ങിൽ മുകളിൽ കയറി. എന്നിട്ട് അവിടെ നിന്നും പതിയെ താഴേക്ക് ഇറങ്ങാൻ ശ്രമിച്ചു. അല്പസമയത്തെ പരിശ്രമത്തിന് ശേഷം അവൾക്ക് താഴെ എത്താൻ സാധിച്ചു. എങ്കിലും പുല്ലിൽ ചില ചെറിയ കല്ലുകൾ ഉണ്ടായിരുന്നു. അത് അവളുടെ കാൽമുട്ടുകളിലും കൈമുട്ടുകളിലും കൊണ്ട് വല്ലാതെ മുറിഞ്ഞു. കുറച്ച് രക്തം പുറത്തേക്ക് ഒഴുകാൻ തുടങ്ങി. ആ വേദന കാരണം അവളുടെ മുഖം ചുളിഞ്ഞു. എന്നാൽ സാഹചര്യം വളരെ അടിയന്തിരമായിരുന്നതുകൊണ്ട് ഈ ചെറിയ മുറിവുകളിൽ ശ്രദ്ധ ചെലുത്താനുള്ള സമയമൊന്നും ഇപ്പോൾ അവൾക്കില്ലായിരുന്നു. ലാവണ്യ പെട്ടെന്ന് എഴുന്നേറ്റു. തടസ്സമില്ലാതെ ഓടാൻ വേണ്ടി അവൾ തന്റെ ഫാൻസി ഷൂ അഴിച്ചു മാറ്റി. നടപ്പാതയിലൂടെ നഗ്നപാദങ്ങളായി ഓടി ഹോട്ടൽ റൂമിലേക്ക് മടങ്ങുമ്പോൾ അവളുടെ കാലുകൾ വേദനിക്കാൻ തുടങ്ങിയിരുന്നു. അവൾ വിവാഹവേദിയിലെത്തി. ലാവണ്യ കല്യാണം നടക്കുന്ന ഹാളിലേക്ക് എത്തിയപ്പോഴേക്കും അവളുടെ മുടി അഴിഞ്ഞ് കാറ്റിൽ പറന്നിരുന്നു. വിയർപ്പ് അവളുടെ നെറ്റിയിൽ പൊടിഞ്ഞു. അവളുടെ മുഖത്തെ മേക്കപ്പ് എല്ലാം തന്നെ ഇളകി വളരെ മോശമായ രീതിയിൽ ആയിക്കൊണ്ടിരുന്നു. വളരെ കഷ്ടത നിറഞ്ഞ അനുഭവം. നിരാലംബയായ ഒരു വ്യക്തിയെപ്പോലെ അവൾ കാണപ്പെട്ടു. എല്ലായിടത്തും വർണ്ണ വിളക്കുകളും സ്ട്രീമറുകളും ബലൂണുകളും തൂക്കിയിട്ടുകൊണ്ട് തന്നെ കല്യാണ മണ്ഡപം തിളങ്ങി നിന്നിരുന്നു. ഒപ്പം മുറിയിൽ പലതരം ചെടികളും പൂക്കളും സുഗന്ധം പരത്തുന്നുണ്ടായിരുന്നു. എല്ലാം തെളിച്ചമുള്ളതും ഭംഗിയുള്ളതുമായിരുന്നു. വാതിലിൽ നിന്ന് ലാവണ്യ കല്യാണ മണ്ഡപത്തിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് നിരീക്ഷിച്ചു. അവിടെ നിന്നും അവൾക്ക് വേദി കാണാൻ സാധിച്ചില്ല. മനോഹരമായ ഫോട്ടോ എടുക്കാൻ വേണ്ടി വിവാഹവേഷത്തിൽ എത്തിയ അവൾ ഇപ്പോഴും തന്റെ കോലം കണ്ട് ആകെ വിഷമത്തിലായി. ആ വേഷത്തിൽ നിന്നും എങ്ങനെയാണ് വേദിയിലേക്ക് കയറി ചെല്ലുക എന്നവൾ ചിന്തിച്ചു. അവൾ എന്താണ് വേദിയിൽ നടക്കുന്നത് എന്നറിയാൻ വേണ്ടി തന്നെ തീരുമാനിച്ചു. ഇതിനി സിദ്ധാർത്ഥ് ആസൂത്രണം ചെയ്തതായിരിക്കോ അതോ തന്റെ ശത്രുക്കൾ ആരെങ്കിലും ചെയ്തതാണോ എന്നവൾ ചിന്തിച്ചു. സിദ്ധാർത്ഥിന്റെ രൂപം വേദിയിൽ കണ്ടപ്പോൾ അവൾക്ക് ആശ്ചര്യം തോന്നി. താൻ വേദിയിലില്ലാഞ്ഞിട്ടും എന്തുകൊണ്ടാണ് ആരും തന്നെ അന്വേഷിക്കാത്തത് എന്നവൾ ചിന്തിച്ചു. അപ്പോഴും അവന്റെ അരികിലുള്ള വധുവിനെ അവൾ ശ്രദ്ധിച്ചിരുന്നില്ല. പക്ഷേ സത്യം മനസ്സിലാക്കാനോ അംഗീകരിക്കാനോ അവൾ ആഗ്രഹിച്ചില്ല. അവൾക്ക് പ്രധാന കവാടത്തിലൂടെ കടന്നു പോവാൻ കഴിയില്ല. കാരണം അവിടെയെല്ലാം സിദ്ധാർത്ഥിന്റെ ആളുകൾ ഉണ്ടാവും. അവരുടെ കണ്ണിൽപ്പെടാതെ അതിഥികളുടെ അടുത്തേക്ക് എത്തണം. എങ്കിൽ മാത്രമേ വേദിയിൽ എന്താണ് നടക്കുന്നതെന്ന് മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ. ലാവണ്യ സിദ്ധാർത്ഥിനെ കുറിച്ച് തന്നെ ചിന്തിച്ചു. അവൻ എന്താണ് ചെയ്യാൻ പോകുന്നതെന്ന് അവൾക്ക് ഊഹിക്കാൻ കഴിഞ്ഞില്ല. വേദിയിലേക്ക് പോകാൻ തന്നെ അവൾ തീരുമാനിച്ചു. പക്ഷേ ആളുകൾക്ക് മുൻപിലൂടെ എങ്ങനെ പോകുമെന്ന് ഓർത്തു നിൽക്കുമ്പോഴാണ് അവൾ വേദിക്കരികിലേക്ക് മറ്റൊരു വഴി ശ്രദ്ധിച്ചത്. അത് ഭക്ഷണ സാധനങ്ങളും വേസ്റ്റുമെല്ലാം തന്നെ കൊണ്ടുപോകുന്ന വഴിയാണ്. ആ വഴിയിൽ പോയാൽ വേദിയിൽ എന്താണ് നടക്കുന്നതെന്ന് അറിയാൻ സാധിക്കും. മാത്രമല്ല അവിടെ ആളുകളും അധികമില്ല. ലാവണ്യ അതിലെ നടന്നപ്പോൾ അധികമാരും അവളെ ശ്രദ്ധിച്ചില്ല. കാരണം ഭക്ഷണത്തിനു വേണ്ടി അലയുന്ന ദരിദ്രരും എല്ലാം വരുന്ന ഭാഗം കൂടിയായിരുന്നു അത്. 1-2 ഭിക്ഷാടകർക്ക് ഭക്ഷണം കൊടുക്കുന്നത് ആളുകൾ ശ്രദ്ധിച്ചിരുന്നു. അവരിൽ ഒരാളാവാം അവൾ എന്ന് കരുതി. ആരും ലാവണ്യയെ ശ്രദ്ധിച്ചില്ല. അത്രമാത്രം ദയനീയമായിരുന്നു ഇപ്പോഴത്തെ അവളുടെ വേഷവും രൂപവും എല്ലാം. നടന്നു പോകുമ്പോൾ അവളുടെ കാലിൽ എന്തോ കൊണ്ട് മുറിവായിട്ടുണ്ടായിരുന്നു. എന്നിട്ടും അവൾ ആ നടത്തം നിർത്തിയില്ല. കാല് മുറിഞ്ഞു ചോര ഒഴുകാൻ തുടങ്ങി. എന്നാൽ ആ വേദനയും സഹിച്ചുകൊണ്ട് അവൾ നടന്നു. വേദിയിൽ എന്താണ് നടക്കുന്നതെന്ന് അവൾക്ക് എങ്ങനെയെങ്കിലും അറിഞ്ഞേ പറ്റുകയുള്ളൂ. ഒരുവിധം വേദനയെല്ലാം തന്നെ സഹിച്ച് വേദിയുടെ അരികിൽ അവൾ എത്തി. പക്ഷേ വേദിയിൽ ഇരിക്കുന്നവർക്ക് കാണാൻ കഴിയാത്ത ഒരു മൂലയിൽ അവൾ ഒതുങ്ങി നിന്ന് വേദിയിലേക്ക് നോക്കി.
അവിടെ എത്തിയപ്പോൾ അവളുടെ കൺമുന്നിൽ പ്രത്യക്ഷപ്പെട്ട ദൃശ്യം അവളെ തളർത്തിക്കളഞ്ഞു. സിദ്ധാർത്ഥവും നീലിമയും വാത്സല്യത്തോടെ കെട്ടിപ്പിടിച്ച് അവളുടെ ചുണ്ടിൽ ചുംബിക്കുകയായിരുന്നു. നീലിമ സന്തോഷത്തോടെ കണ്ണുകൾ അടച്ചു നിൽക്കുന്നു. അവളുടെ മുഖത്ത് സന്തോഷകരമായ ഒരു പുഞ്ചിരി നിറഞ്ഞു. ലാവണ്യയുടെ ശരീരം അനിയന്ത്രിതമായി വിറച്ചു. അവളുടെ കണ്ണുകൾ നിറഞ്ഞു തുടങ്ങി. അവളുടെ സംയമനം നഷ്ടപ്പെടുന്ന തരത്തിൽ അവൾക്ക് കടുത്ത ദേഷ്യം വന്നു. ഇതെങ്ങനെ സംഭവിക്കും? ഞാൻ മറ്റൊരാളുടെ കല്യാണത്തിൽ ഒരുങ്ങിയിരിക്കുകയാണോ? ഇതുപോലൊരു വെഡ്ഡിങ്ങിനായി എന്നെ നിർത്തിക്കൊണ്ട് സിദ്ധാർത്ഥ് അവന്റെ ആഗ്രഹം പോലെ ആ പിഴച്ചവളെ തന്നെ കല്യാണം കഴിച്ചോ? അവനെയും ആ പിഴച്ചവളെയും ഞാൻ വെറുതെ വിടില്ല. ലാവണ്യ ഒറ്റക്ക് നിന്ന് ചിന്തിച്ചു. അവളുടെ മുഖത്ത് അനിയന്ത്രിതമായ ദേഷ്യം പ്രകടമായിരുന്നു. അപ്പോൾ അവളുടെ കയ്യിൽ നീലിമയെ കിട്ടിക്കഴിഞ്ഞാൽ തല്ലിക്കൊല്ലുന്നത് പോലെയായിരുന്നു ലാവണ്യ നീലിമയെ നോക്കിയത്. അവളുടെ സന്തോഷം കണ്ട് അതിൽ പങ്കുചേർന്ന വിവാഹ അതിഥികളെ അവൾ തുറച്ചു നോക്കി. വധുവിനെ മാറ്റിയതായി അവർക്ക് വ്യക്തമായി അറിയാമായിരിക്കും. പക്ഷേ ആരും സിദ്ധാർത്ഥനോട് അതിനെക്കുറിച്ച് ചോദിക്കാൻ ധൈര്യപ്പെട്ടില്ല. ലാവണ്യയുടെ നല്ല സുഹൃത്തുക്കൾ പോലും സിദ്ധാർത്ഥനെ ആശീർവദിച്ചു. അവളുടെ മനസ്സിലെ വെറുപ്പ് ഇതെല്ലാം കണ്ട് കൂടുതൽ കൂടുതൽ വർദ്ധിച്ചുകൊണ്ടിരുന്നു. നിങ്ങൾ രണ്ടുപേരോടും ഞാൻ തീർച്ചയായിട്ടും പ്രതികാരം ചെയ്യും. നീലിമ, നീയാണ് അനുഭവിക്കാൻ പോകുന്നത്. എന്നെ ഇങ്ങനെ നാണം കെടുത്തി ഈ വേഷത്തിൽ കൊണ്ട് നിർത്തിയിട്ട് നീയും അവനും അനുഭവിക്കും. അതിനുള്ളത് ഞാൻ നിങ്ങൾക്ക് തരുന്നുണ്ട്. കരുതിയിരുന്നോ നീ? ഞാൻ ഒരിക്കലും ഇത് ക്ഷമിക്കാൻ പോകുന്നില്ല. എന്നെ വിഡ്ഢിവേഷം കെട്ടിച്ച് ഇവിടെ ഇങ്ങനെ നിർത്തിയിട്ട് നീയും അവനും കൂടെ സന്തോഷത്തോടെ ഒരുപാട് കാലം ജീവിക്കില്ല. ലാവണ്യ ദേഷ്യത്തോടെ സ്വയം മന്ത്രിച്ചു. ഇതിനെപ്പറ്റി തന്നെ ആലോചിച്ചപ്പോൾ ലാവണ്യയുടെ ഹൃദയം വേദനിച്ചു. ഒന്നുമില്ലെങ്കിലും സിദ്ധാർത്ഥിന്റെ കുട്ടിക്കാലം മുതലെയുള്ള സുഹൃത്താണ് താൻ. എന്നിട്ടും അവൻ ആ പരിഗണന പോലും തന്നോട് കാണിച്ചില്ല. തന്നെ വളരെ മോശമായി അപമാനിക്കുകയാണ് ചെയ്തത്. ദേഷ്യവും നിരാശയും കൊണ്ട് നെടുവീർപ്പ് മുട്ടുന്നത് പോലെ അവൾക്ക് തോന്നി. അവൾ ഉച്ചത്തിൽ നിലവിളിക്കാൻ ആഗ്രഹിച്ചു. ലാവണ്യയുടെ കണ്ണുകൾ അവളുടെ മാതാപിതാക്കളെ തിരഞ്ഞു. എന്നാൽ അവർ അവിടെയൊന്നും ഉണ്ടായിരുന്നില്ല. അവൾക്ക് അതോടെ ഭയം കൂടി. സിദ്ധാർത്ഥ് അവരെയും എവിടെയെങ്കിലും പൂട്ടിയിട്ട് കാണുമെന്ന് അവൾക്ക് തോന്നി. അപ്പോൾ താൻ കാരണം തന്റെ മാതാപിതാക്കൾ കൂടി ബുദ്ധിമുട്ടുന്നതോർത്തപ്പോൾ അവൾക്ക് അതിയായ ഭയം തോന്നാൻ തുടങ്ങി. സിദ്ധാർത്ഥിന്റെ മനസ്സ് എത്രമാത്രം കല്ലാണെന്നും അവൾ ചിന്തിച്ചു. അവനൊരു നീചനാണ്, അല്ലെങ്കിൽ പിന്നെ ഇങ്ങനെയൊന്നും ചെയ്യാൻ അവൻ മുതിരില്ലായിരുന്നു. അതൊക്കെ ഓർത്തപ്പോൾ അവൾക്ക് വേദിയിൽ കയറി അവനെ തല്ലാൻ തോന്നി. പക്ഷേ അവൾക്ക് അതിനുള്ള ധൈര്യമൊന്നും ഉണ്ടായിരുന്നില്ല. നീലിമയെ വിവാഹം കഴിക്കാനും തന്റെ സ്വപ്നം സാക്ഷാത്കരിക്കാനും വധുവിനെ പരസ്പരം മാറ്റാനുള്ള അവന്റെ തന്ത്രത്തിന്റെ ഭാഗമായിരുന്നു ഇതെല്ലാം. ലാവണ്യക്ക് അത് വിശ്വസിക്കാൻ പോലും പ്രയാസം തോന്നി. നീലിമയ്ക്ക് മുന്നിൽ താൻ വളരെ ചെറുതായി പോകുന്നത് പോലെ അവൾക്ക് തോന്നി. അവരുടെ എല്ലാം ആഗ്രഹം പോലെ വിവാഹം നടന്നതിലുള്ള അമർഷം ലാവണ്യയുടെ മുഖത്തുണ്ടായിരുന്നു. അവൾക്ക് തന്റെ അവസ്ഥ ഓർത്ത് വേദന തോന്നി. അങ്ങനെ ആകെ വേദനിച്ച് വിഷമിച്ച് നിൽക്കുന്ന ലാവണ്യയെ കാണിച്ചുകൊണ്ടാണ് കേട്ടോ ഇന്നത്തെ ഈ ഒരു എപ്പിസോഡ് പൂർണ്ണമാവുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കല്ലേ കേട്ടോ. നെക്സ്റ്റ് എപ്പിസോഡ് ഞാൻ ഉടനെ തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു വീഡിയോക്ക് ഒരു ലൈക്കും ഹൈപ്പൊക്കെ തന്ന് സപ്പോർട്ട് ചെയ്യണേ.